Hi, welcome back to Notorious Spectator. Australia, man, what a team, what a mindset. ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും എഴുതി തള്ളിയ ഒരു ടീമാണ് ഓസ്ട്രേലിയ. ബിക്കോസ് 3 ജെയിൻസ്, അതായത് കമ്മിൻസ് ഇല്ല, സ്റ്റാർക്ക് ഇല്ല, ഹേസൽവുഡ് ഇല്ല, അത് പോരാഞ്ഞിട്ട് മിച്ചൽ മാർഷ് ഇല്ല, അതുപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനസും വിരമിച്ചു. അപ്പോൾ ടോട്ടലി ഓസ്ട്രേലിയൻ ടീം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു ഫേവറേറ്റ്സെ അല്ലാതിരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ടൂർണമെൻറ്റ് തുടങ്ങിയത്. പക്ഷേ ഇന്നത്തെ മാച്ച് എന്താണ് ഓസ്ട്രേലിയയുടെ മൈൻഡ് സെറ്റ്? ഏതൊരു വലിയ പ്ലെയർ ഇല്ലാന്നുണ്ടെങ്കിലും ആരില്ലാന്നുണ്ടെങ്കിലും ആസ് എ ടീം ഓസ്ട്രേലിയ എന്തുകൊണ്ട് എക്സൽ ചെയ്യുന്നു എന്നുള്ളത് ഇന്നത്തെ മാച്ച് കണ്ടാലും മനസ്സിലാവും. എക്സ്ട്രാ ഓർഡിനറി ചേസ്, അതായത് ഇംഗ്ലണ്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ബാറ്റ് ചെയ്ത് അവർ ഇന്ത്യയുമായിട്ടുള്ള തോൽവിയിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അവർ ബസ് ബോളൊക്കെ ഉപേക്ഷിച്ച് സെൻസിബിളായിട്ട് ബാറ്റ് ചെയ്ത് ഒരു ഹ്യൂജ് ടോട്ടൽ ഓസ്ട്രേലിയയുടെ മുമ്പിൽ വെച്ചു. ഓസ്ട്രേലിയക്ക് എനിക്കൊന്ന് ഒരു 150ക്ക് മുമ്പ് 4 വിക്കറ്റ്സും പോയി. അവിടുന്ന് ഓസ്ട്രേലിയ ഒരു 350 ചേസ് ചെയ്ത ആ ഒരു മൈൻഡ് സെറ്റ് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഓസ്ട്രേലിയ ഈസ് ഓസ്ട്രേലിയ, പകരം വെക്കാൻ ഇല്ല അന്നും ഇന്നും. അതാണ് സത്യം. പ്രത്യേകിച്ചും ICC ടൂർണമെൻറ്റ്സിൽ അവരുടെ പെർഫോമൻസ് എപ്പോഴും വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇപ്പോൾ മറ്റുള്ള ടീമുകൾക്ക് ഈ അടിവയറ്റിൽ നിന്ന് ഒരു തീ ഇങ്ങനെ കത്തി തുടങ്ങിയിട്ടുണ്ടാവും. ഓസ്ട്രേലിയയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓസ്ട്രേലിയ ഈ ടൂർണമെൻറ്റിലുണ്ട്, ലൈവായിട്ട് തന്നെ, ബാക്കി ഏത് ടീമിനെ പോലെ തന്നെ. ഇതിനകത്ത് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ ടോട്ടൽ ചേസ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയുടെ മെയിനായിട്ടുള്ള എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഹെഡ് കളിച്ചില്ല, സ്മിത്ത് കളിച്ചില്ല. ഇവർ രണ്ടുപേരും കളിക്കാതെ ജോഷ് ഇംഗ്ലീസാണ് കളിച്ചത്, അതുപോലെ തന്നെ അലക്സ് കാരിയാണ് കളിച്ചത്, അതുപോലെ തന്നെ മാറ്റ് ഷോട്ടാണ് കളിച്ചത്. അതാണ് ഓസ്ട്രേലിയ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്ലേയേഴ്സ് പ്രതീക്ഷിക്കാത്ത സമയത്ത് ടീമിന് വേണ്ടിയിട്ട് പെർഫോം ചെയ്യും. അതാണ് ഓസ്ട്രേലിയൻ മൈൻഡ് സെറ്റ്. ആൻഡ് ജോഷ് ഇംഗ്ലീഷിലേക്ക് വന്നാൽ, ഐ സ്കൂൾ ഇന്നിങ്സ്, അതായത് ഇത്രയും വലിയൊരു ടോട്ടൽ ചേസ് ചെയ്യുമ്പോൾ 4 വിക്കറ്റ് പോയി കഴിഞ്ഞിട്ട് ഇംഗ്ലീഷും അതുപോലെ അലക്സ് കാരിയുമുള്ളൊരു പാർട്ട്ണർഷിപ്പ് ഇംഗ്ലണ്ടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈസി ആയിട്ട് അവർ റൺ അടിച്ചുകൊണ്ടിരുന്നു. സിംഗിൾസ് എടുത്തു, അതുപോലെ തന്നെ സിംഗിൾസ് മാത്രമല്ല, റണ്ണർ ബോളിന് മേളിൽ അവർ റണ്ണ് കണ്ടെത്തിക്കൊണ്ടിരുന്നു, ഒരു റിസ്ക് കൊടുക്കാതെ ഈസി ആയിട്ട്. എക്സലൻറ്റ് ബാറ്റിംഗ്. 50 ഓവർ ക്രിക്കറ്റിൽ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്നുള്ള അഗ്രസീവായിട്ട് തന്നെ, അഗ്രസീവ് മൈൻഡ് സെറ്റോട് തന്നെ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്നുള്ളത് ഇവർ രണ്ടുപേരും കാണിച്ചു തന്നു. ഇംഗ്ലണ്ടിന് ഒരു മറുപടി ഇല്ലാത്ത രീതിയിലായിരുന്നു അവരുടെ ബാറ്റിംഗ്. അതുപോലെ തന്നെ മാറ്റ് ഷോട്ടും ലബുഷേനും അവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, നല്ലൊരു ഇന്നിങ്സ് കളിച്ചു. സോ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നോ വറീസ് അബൌട്ട് ബാറ്റിങ്ങിൻ്റെ യഥാർത്ഥ സ്ട്രെങ്ത് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഈവൻ ഹെഡും സ്മിത്തും കളിക്കാതെ തന്നെ. സോ മിഡിൽ ഓർഡർ സ്ട്രോങ് ആണ്, പഴയ പോലെ തന്നെയാണ്. മാക്സ്വെൽ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഒരു സോളിഡ് ആയിട്ടുള്ളൊരു അലക്സ് കാരിയും അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീസും ഉണ്ട്. അതിന് മേളിൽ ലബുഷേനും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. സോ ഹെഡും സ്മിത്തും കൂടെ പിക്ചറിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് വിൽ ബി ലൈക്ക് ഹെൽ. ഇനി മറുവശത്തേക്ക് വന്നാൽ സെക്കൻഡ് ഇന്നിങ്സിൽ ഇംഗ്ലണ്ട്, ബട്ട്ലർ എന്താ കാണിച്ചെന്ന് ഒരു ക്ലൂ ഇല്ലാത്ത രീതിയിലുള്ള ക്യാപ്റ്റൻസി. അതായത് ബട്ട്ലറിനെ കണ്ടാൽ നമുക്ക് തോന്നത്തേയില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന്. അതായത് ബാക്കിയുള്ളവർ കളിക്കുന്ന എന്തെങ്കിലും ബ്രേക്ക് ത്രൂ എടുത്തു കഴിഞ്ഞാൽ കൊള്ളാം എന്നുള്ള രീതിയിലല്ലാതെ ഒരു പ്ലാനോ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു, അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഉള്ളൊരു പ്ലാൻ. വേറൊരു കാര്യമുണ്ട്, ബോളേഴ്സ് ഇല്ല, ബോളേഴ്സ് പെർഫോം ചെയ്യുന്നില്ല, ഉള്ള ബോളേഴ്സ് പരിക്കാണ് എന്നൊക്കെ ഉള്ളത് വേറൊരു സൈഡിലുണ്ട്. എങ്കിൽ പോലും എനിക്ക് ബട്ട്ലറിൻ്റെ ക്യാപ്റ്റൻസി ഈവൻ ഇന്ത്യയായിട്ടുള്ള സീരീസിലായാലും ഇപ്പോൾ ഇന്നത്തെ മാച്ചിലായാലും ഇറ്റ്സ് നോട്ട് ഇംപ്രസീവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മക്കുല്ലം എന്താണ് പ്ലാൻ? അവരുടെ ഒരു ബസ് ബോൾ മാത്രമാണോ ഇംഗ്ലണ്ടിൻ്റെ പ്ലാൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു കളിയിൽ ബസ് ബോളും അവർ മടക്കി വെച്ചു, അത്യാവശ്യം സെൻസിബിളായിട്ട് തന്നെ കളിച്ചു. ബോളിങ്ങിൽ എന്താണ് പ്ലാൻ? ഒരു മിഡിൽ ഓവേഴ്സിന് ബ്രേക്ക് ത്രൂ കൊടുക്കാനായിട്ട് എന്താണ് അവരുടെ കയ്യിലുള്ളത്? ആകെയുള്ള ഒരു സ്പിന്നറുണ്ട്, ഒരു ഫിംഗർ സ്പിന്നറോ എന്തെങ്കിലും ഒരു എക്സ് ഫാക്ടറോ എന്തെങ്കിലും ഒരു എടുത്തിട്ട് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ആകെ ഉള്ളത് മിഡിൽ ഓവേഴ്സിൽ എറിയാനായിട്ട് ഇപ്പോൾ ഉള്ളത് ഈ ബ്രൈഡൻ കാഴ്സാണ്, ഇല്ലെങ്കിൽ ഓവർട്ടണാണ്. ഇവരെ വെച്ചിട്ട് ഇവർ ഈ ടൂർണമെൻറ്റ് സർവൈവ് ചെയ്യുമോ? ഇനി ഒരു കംബാക്കിന് പറ്റുമോ? എനിക്കറിയില്ല. എനിക്കൊരു ക്ലൂലെസ് ആയിട്ടാണ് ഇംഗ്ലണ്ട് തോന്നുന്നത്. പക്ഷേ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയുടെ സീരീസിൽ നിന്ന് വളരെ ഇമ്പ്രൂവ് ചെയ്ത് വളരെ സെൻസിബിളായിട്ട് കളിച്ചായിട്ട് തോന്നി, വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ബോളിങ്ങിൽ വന്നിട്ട് ടോട്ടലി ഡിസപ്പോയിൻറ്റ് ചെയ്തു. അവരുടെ ഫീൽഡ് ആയാലും ക്യാപ്റ്റൻസി ആയാലും ബോളിംഗ് പെർഫോമൻസ് ആയാലും ശരി, ടോട്ടലി ഡിസപ്പോയിൻറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇന്ത്യയായിട്ടുള്ള സീരീസ് തോറ്റപ്പോൾ പോലും മക്കല്ലത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചു, എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും. ഈ ഒരു ICC ടൂർണമെൻറ്റിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഈ ഒരു ബോളിംഗ് ഒരു എഫേർട്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഈസി ആയതുപോലെ തോന്നി. അതുപോലെ തന്നെ ബിൽഡ് ചെയ്ത ഒരു കയ്യിലേക്ക് അവർ മാച്ച് ഓസ്ട്രേലിയയുടെ കയ്യിലേക്ക് വന്നതിന് ശേഷം പിന്നെ
ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല. അവർ ഗീവ് അപ്പ് ചെയ്ത എൻഡ് ഓഫ് ദ മാച്ച് അവർ ഗീവ് അപ്പ് ചെയ്ത പോലെ തന്നെ തോന്നി. ഇങ്ങനെ ഒരു എഫേർട്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് അല്ല ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ നിന്ന്. മക്കല്ലം കോച്ചായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ബസ് ബോളൊക്കെ ഒരു സൈഡിലിരുന്നുണ്ട്. വാട്ട്സ് ദ പ്ലാൻ? എനിക്ക് തോന്നുന്നത് ഇവർ നന്നായിട്ട് അഹങ്കരിച്ച് ഇവരുടെ ബസ് ബോൾ, ഇവരൊരു കൈൻഡ് ഓഫ് ക്രിക്കറ്റ് കളിക്കും. ആ ക്രിക്കറ്റാണ് ശരിക്കും ഇനി മുമ്പോട്ടുള്ള ഫ്യൂച്ചർ ക്രിക്കറ്റ് എന്നുള്ളൊരു അഹങ്കാരത്തിൻ്റെ പുറത്താണ് ഇംഗ്ലണ്ട് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇന്ത്യ ആയാലും ശരി, ഓസ്ട്രേലിയ ആയാലും ശരി, ടോപ്പ് ലെവൽ ക്രിക്കറ്റ് കളിക്കുന്ന ടീംസാണ്. അവരൊക്കെ ആ ഒരു ബേസിൽ ഇപ്പോഴും ഉറച്ചു നിന്നുകൊണ്ടാണ് അഗ്രസീവ്നെസ്സും എല്ലാം കാണിക്കുന്നത്. മീൻസ് 50 ഓവർ ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ശുഭ്മാൻ ഗില്ലൊക്കെ കഴിഞ്ഞ മാച്ചിൽ കളിച്ചതെന്നുണ്ട്. അതുപോലെ തന്നെ ബോളേഴ്സിൻ്റെ കാര്യം, ബോളിങ്ങിൽ കൃത്യമായിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. ഒരു 50 ഓവർ ക്രിക്കറ്റിൽ മിഡിൽ ഓവേഴ്സിൽ എങ്ങനെ എറിഞ്ഞു മാറണം, അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻസ് ഉണ്ട് അവരുടെ കയ്യിൽ. ഇംഗ്ലണ്ട് കയ്യിൽ അത് എന്താണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇംഗ്ലണ്ട് ബാറ്റഡ് റിയലി വെൽ. അതായത് അവരുടെ ബസ് ബോളെല്ലാം മടക്കി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്തു. നല്ലൊരു സെൻസിബിളായിട്ട് കളിച്ച് ഒരു നല്ലൊരു ടീം ടോട്ടൽ ഉണ്ടാക്കി. അതിനവരെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അതിൻ്റെ വേറെ സൈഡിൽ ഓസ്ട്രേലിയസ് ബോളിംഗ് വിൽ ബി എ കൺസേൺ. അതായത് മുന്നോട്ട് പോകുമ്പോൾ ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മാച്ചിൽ മാത്രം അവർക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അഫ്ഗാനിസ്ഥാൻ ഈ ഒരു പാകിസ്ഥാൻ പിച്ച് കണ്ടീഷൻസിൽ എനിക്ക് തോന്നുന്നില്ല ഓസ്ട്രേലിയക്ക് ഒരു വെല്ലുവിളിയാവും. സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മാച്ച് തീർച്ചയായിട്ടും അവർക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബോളിംഗ് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇനി മുന്നോട്ട് പോകുമ്പോൾ സെമി ഫൈനൽസിലോ ഒക്കെ വരുമ്പോഴത്തേക്ക് ദുബായിലാണ് മാച്ച് എന്നുണ്ടെങ്കിൽ അവിടെ ഇന്ത്യക്കെതിരെ ഇവരുടെ ബോളിംഗ് എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം. കാരണം ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ കണ്ടീഷനും ദുബായിലെ കണ്ടീഷനും. ഓക്കെ, എനിവേ ഓസ്ട്രേലിയ ഈസ് ഓൾ ഇൻ. അതാണ് ഈ ടൂർണമെൻറ്റിൽ ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോൾ പിക്ചറിലേക്ക് ഓസ്ട്രേലിയ വന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള പ്രത്യേകിച്ചും ഇന്ത്യക്ക് ഇനി സെമിയിലോ ഫൈനലിലോ ഓസ്ട്രേലിയ ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കാരണം ഓസ്ട്രേലിയ ആ ഒരു മൈൻഡ് സെറ്റ് അവരുടെ ടീം സെറ്റായി. ഈ ഒരു മാച്ചോട് കൂടി തന്നെ ഓസ്ട്രേലിയ ഈസ് ഫയർ, അത് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അവർക്ക് തിരിഞ്ഞു നോക്കാനുള്ള സെമി 100% ഉറപ്പിച്ചു. അപ്പോൾ സെമി വന്നിട്ട് ഇന്ത്യയെ മീറ്റ് ചെയ്യുമോ അതോ അല്ലെങ്കിൽ ഫൈനലിൽ ഇന്ത്യയെ മീറ്റ് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ഇന്ത്യക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. സോ ഈ ഒരു ടൂർണമെൻറ്റിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു കോമ്പറ്റീറ്റീവ്നെസ് വന്നിരിക്കുകയാണ്. ന്യൂസിലാൻഡ് ഓൾറെഡി ഒരു സെറ്റ് ടീമാണ്, ഇന്ത്യ ഓൾറെഡി ഒരു സെറ്റ് ടീമാണ്. സൗത്ത് ആഫ്രിക്ക ഈസ് ഡൂയിങ് വെൽ. ഇപ്പോൾ ഓസ്ട്രേലിയ പിക്ചറിലേക്ക് വരുന്നു. സോ ടൂർണമെൻറ്റ് ഇപ്പോൾ നല്ല ലൈവായിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള കളികൾ അതുകൊണ്ട് തന്നെ രസകരമായിരിക്കും. നാളെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂമായിട്ട് കാണുന്നത് വരെ ബൈ.